ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രൊമോ വന്നു, എല്ലാവരും വീഡിയോ കണ്ടു, ഞാനും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ കോമണേഴ്സിനൊക്കെ വളരെ മുമ്പ് തന്നെ തിരഞ്ഞെടുത്തത് അതിൻ്റെ പ്രൊമോ വന്നു, അതിൻ്റെ സെലക്ഷൻ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പ്രൊമോ ഏഷ്യനെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറേ വൈകിട്ടാണ് ഏഷ്യനെറ്റിൽ ഇപ്പോൾ ബിഗ് ബോസ് പ്രോഗ്രാം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ കോമണേഴ്സിന്റെ തെരഞ്ഞെടുക്കുന്നത് സീസൺ 5 മുതലാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോപിക എന്നാണ്. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ആ കുട്ടി. ആ ഒരു കുട്ടിയെ തെരഞ്ഞെടുക്കുന്നത് മുതലാണ് കോമണേഴ്സിന് ബിഗ് ബോസ് മലയാളം സീസണിലേക്കൊക്കെ ഒരു സെലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തു. ബിഗ് ബോസ് സീസൺ 7 കോമണേഴ്സ് ആയിട്ട് പോകുന്നവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യമൊക്കെയാണ് കേട്ടോ ഈ പ്രൊമോയില് റസ്മിൻ ഭായ് പറയുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള മൈജി ഷോറൂമിൽ പോവുക. അവിടെ ബിഗ് ബോസ് ബിഗ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അവിടെ പോവുക. നമ്മൾ ഒരു മടിയും കൂടരുത്, ഒരു നാണോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഏഷ്യാനെറ്റിനോ എൻ്റെ മോൻ ഷൈനൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോൾ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഇവർ മൈജിയുമായിട്ട് ഏഷ്യാനെറ്റും അത് എൻ്റെ മോൻ ഷൈനും ഒരു കൊളാബറേഷനാണ് ഈ ഒരു കോമണേഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കണം. ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 മിനിറ്റിൽ കൂടാൻ പാടില്ല, എന്നാൽ 50 MB ആയിരിക്കണം. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 50 MB പാടുള്ളൂ. അത്രയുള്ള ഒരു ഷോർട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ആ ഒരു വീഡിയോയുടെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബോസ് സീസൺ 7 യോഗ്യരാണ്, നമ്മളിപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് മെച്ചം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മളെ കാണണമെന്ന് എങ്ങനെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്ത നമ്മളിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു എക്സ് ഫാക്ടർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഏഷ്യാനെറ്റും അത് എൻമോൺ ഷൈനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരമാവധി നമ്മളെ കുറിച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ജെന്യുവൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിലുള്ള കാര്യം എന്താണോ, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ബ്രീഫായിട്ട് എന്നാൽ കണ്ണിങ് ആയിട്ട് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ്. നമുക്കൊരു സെലക്ഷൻ വേണമെങ്കിൽ അതാണ്. അല്ല നമ്മൾ പേടിച്ച് ഭയന്നൊക്കെ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത് അത് ശരിയാവില്ല. കാരണം നമുക്ക് പോകേണ്ടത് ബിഗ് ബോസ് പോലെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ടാണ്, ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമിലോട്ടാണ്, നമ്മുടെ തലവര തന്നെ മാറ്റി മറിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ലപോലെ ആലോചിച്ച് വളരെയധികം പ്രിപ്പറേഷനോട് കൂടി പോയിട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറമെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും വീഡിയോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ വീട്ടിലിരുന്നിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഇത് നമുക്കൊരു പ്രൊമോയിലൂടെ വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഭയത്തോടെ ഇരിക്കും. കാരണം വീഡിയോ വീട്ടിലിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ മൈജി പോലുള്ള ഒരു ഷോറൂമിൽ പോയിട്ട് നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു മടിയുള്ള ആൾക്കാരും ഒരുപാട് ഇൻട്രോവേർട്ടായുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് ഇൻട്രോവേർട്ടായി ഇരുന്നിട്ട് നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പോയി നമ്മൾ 1, 2, 3 ആഴ്ചയൊക്കെ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പോഴേക്കും ചിലപ്പോൾ ബിഗ് ബോസ് അല്ലേ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഔട്ടായി നിന്നിരിക്കാം. അതാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത. നമുക്ക് അവിടെ നിന്ന് നമ്മൾ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പം തന്നെ നല്ല കോൺഫിഡൻറ്റോടുകൂടി അവിടെ പോയിട്ട് കളിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടണമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കോമണേഴ്സാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒരു കോമണറായിട്ട് ജനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണും. പക്ഷെ ഒരു പ്ലസ് ഉണ്ട് ഒരു കോമണറിന്. എല്ലാ ജനങ്ങൾക്ക് തോന്നും നമ്മുടെ ഇടയിലത്തെ ഒരാളല്ലേ, അയാൾക്ക് കൂടുതൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഇത് പ്ലസ് നമുക്ക് കിട്ടാം. അതല്ല നമ്മളിപ്പോൾ മറ്റേ ഗോപികൊക്കെ ചെയ്ത പോലെ ഒരുപാട് വെറുപ്പിക്കലാണെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ റസ്മിൻ ഭായ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോയിൽ വരുന്ന റസ്മിൻ ഭായ് ഉണ്ടല്ലോ, ഈ റസ്മിൻ ഭായ് ആദ്യം വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ തന്നുണ്ട്. പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ കൂട്ടത്തിൽ കൂടിയിട്ട് അവരുടെ പ്ലേ അവർ മറന്നുപോയി. അവരുടെ ഈ പ്രണയത്തിന് വേണ്ടിയോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയോ ഇടനിലക്കാരി എന്ന നിലയിലോട്ട് മാറ്റപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലപോലെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ വെറുക്കപ്പെട്ടു. എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു ഇമേജ് റസ്മിൻ ഭായിക്ക് വന്നു. അതാണ് ഗബ്രി ജാസ്മിൻ കോംബോയിൽ അവർ പെട്ടുപോയി. അതാണ് ഉണ്ടായത്. അവരുടെ തലവരെ തന്നെ മറിയാനുള്ള ചാൻസിന് സിനിമ അവസരങ്ങൾ വരാം, TV ഷോസ് ചെയ്യാം, ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവരും ഇല്ലാതെ തന്നെ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോപ്പിൽ പോവുക, വീഡിയോ ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. ആരായിരിക്കും ഈ ഒരു കോമണായിട്ട് വരുന്ന ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും നാളും ലേഡീസ് മാത്രമാണ്. ഇപ്പോൾ ഗോപി ആയാലും നിഷാന ആണെങ്കിലും റസ്മിൻ ഭായൊക്കെ ആണെങ്കിലും അവരൊക്കെ ലേഡീസാണ്. ഇതുവരെയും കോമണറായിട്ട് 2 സീസണിലും കഴിഞ്ഞ് 3-ാമത്തെ സീസണിലാണ് കോമണറായിട്ട്
ഒരാൾ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വരട്ടെ. ഫീമെയിൽ വരുന്നതോടൊപ്പം തന്നെ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് കൂടെ വന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി 1 മാസം ഏകദേശം ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങാനായിട്ട്. അതിന് മുമ്പ് തന്നെ കോമണർ ആരാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നിഷാനേനെയും റസ്മി ബായിയൊക്കെ നമ്മൾ അതുപോലെ കണ്ടതാണ്. മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ മാത്രമാണ് അവർ സർപ്രൈസ് ആയിട്ട് വെക്കുന്നത്. അതിന് കോമണർ ആരാന്നുള്ളത് അവർ സർപ്രൈസ് ആയിട്ട് വെക്കാറില്ല. പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.